ഓം ശാന്തി. അവ്യക്ത ബാപ്ദാദ അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് ആണ് 14/12/1987. മുരളി ഡേറ്റ് 18/4/2021. അവ്യക്ത മഹാവാക്യത്തിൻ്റെ വിഷയമാണ് സംഗമയുഗി ബ്രാഹ്മൺ ജീവൻ की 3 വിശേഷതാएं. സംഗമയുഗി ബ്രാഹ്മണ ജീവിതത്തിൻ്റെ 3 വിശേഷതകൾ. आज बाप दादा अपने सर्व सदा साथ रहने वाले, सदा सहयोगी बन, सेवा के साथी बन सेवा करने वाले और साथ चलने वाले श्रेष्ठ बच्चों को देख हर्षित हो रहे हैं. ഇന്ന് ബാപ് ദാദ തനിക്കൊപ്പം സദാ നിൽക്കുന്ന സർവ മക്കൾക്കും സദാ സഹയോഗികളായിരിക്കുന്ന സേവയുടെ കൂട്ടുകാരായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ബാബയ്ക്കൊപ്പം നടക്കുന്ന തൻ്റെ ശ്രേഷ്ഠ മക്കളെ കണ്ട് ഹർഷിതനായിക്കൊണ്ടിരിക്കുന്നു. സാത്ത് രഹനെ വാലെ അർത്ഥാത് സഹജ് സ്വത യോഗി ആത്മായി. ബാബയുടെ കൂടെ നിൽക്കുന്നവർ അർത്ഥമാണ് സദാ സഹജവും സ്വാഭാവികമായിരിക്കുന്ന യോഗി ആത്മാക്കൾ. സദാ സേവാമേ സഹയോഗി സാത്തി ബൻ ചലനെ വാലെ അർത്ഥാത് ജ്ഞാനി തോ ആത്മായെ സച്ചേ സേവാദാരി. സദാ സേവനത്തിൽ സഹയോഗികളായി ബാബയ്ക്കൊപ്പം ബാബയുടെ കൂട്ടുകാരായി നടക്കുന്നവർ, അതിൻ്റെ അർത്ഥമാണ് ജ്ഞാനി ആത്മാക്കളും സത്യസേവാധാരികളും. साथ चलने वाले अर्थात समान और संपन्न कर्मातीत ആത്മായി. ബാബയ്ക്കൊപ്പം നടക്കുന്നവർ, കൂടെ നടക്കുന്നവർ, അതിൻ്റെ അർത്ഥമാണ് ബാബയ്ക്ക് സമാനരും സമ്പന്ന കർമാതീത സ്ഥിതിയിലിരിക്കുന്ന ആത്മാക്കൾ. ബാബ ഓരോ വാക്കിൻ്റെയും ഉള്ളടക്കത്തെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. बाप दादा सभी बच्चों में ये तीनों विशेषताएं देख रहे हैं कि तीनों बातों में कहाँ तक संपूर्ण बने. അപ്പോൾ ബാപ് ദാദ തൻ്റെ എല്ലാ മക്കളിലും ഈ 3 വിശേഷതകളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാമാണ് 3 വിശേഷതകൾ? 1, സഹജവും സ്വാഭാവികവും യോഗികളായിരിക്കുന്ന ആത്മാക്കൾ, ബാബയുടെ കൂടെ ഇരിക്കുന്ന ആത്മാക്കൾ. രണ്ടാമത്തത് സദാ സേവനത്തിൽ സഹയോഗികളായിരിക്കുന്ന ആത്മാക്കൾ. അതിൻ്റെ അർത്ഥം ബാബ എന്താ പറഞ്ഞത്? ജ്ഞാനി ആത്മാക്കളും സത്യസേവാധാരികളായിരിക്കുന്ന ആത്മാക്കൾ. മൂന്നാമത്തത് ബാബയ്ക്കൊപ്പം നടക്കുന്ന കുട്ടികൾ, അർത്ഥം ബാബയ്ക്ക് സമാനം സമ്പന്ന കർമാതീത സ്ഥിതിയിലിരിക്കുന്ന ആത്മാക്കൾ. അപ്പോൾ ഈ 3 വിശേഷതകളിൽ എത്രമാത്രം കുട്ടികൾ സമ്പൂർണരായിട്ടുണ്ട് എന്ന് ബാബ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. संगमयुग के श्रेष्ठ ब्राह्मण जीवन की विशेषताएं ये तीनों ही आवश्यक. സംഗമയുഗത്തിലെ ശ്രേഷ്ഠ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഈ 3 വിശേഷതകൾ വളരെ ആവശ്യമാണ്. യോഗി തോ ആത്മാ, ജ്ഞാനി തോ ആത്മാ और ബാബ് സമാൻ കർമാതീത ആത്മ. യോഗി ആത്മാക്കളും ജ്ഞാനി ആത്മാക്കളും, മൂന്നാമത്തത് ബാബയ്ക്ക് സമാനം കർമാതീത ആത്മാക്കൾ. इन तीनों में से अगर एक भी विशेषता में कमी है, ഈ 3 വിശേഷതകളിൽ ഏതെങ്കിലും ഒരു വിശേഷതയുടെ കുറവുണ്ടാവുകയാണെങ്കിൽ ബ്രാഹ്മൺ ജീവൻ की വിശേഷതാओं के അനുഭവി ना बनना, അതായത് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷതകളുടെ അനുഭവികളാകാതിരിക്കുക. अर्थात संपूर्ण ब्राह्मण जीवन का सुख व प्राप्तियों से वंचित रहना. അതായത് സമ്പൂർണ്ണ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ സുഖത്തിൻ്റെ അഥവാ പ്രാപ്തികളിൽ നിന്നും വഞ്ചിക്കപ്പെടുന്നവരായിരിക്കുക. क्योंकि बाप दादा सभी बच्चों को संपूर्ण वरदान देते हैं. കാരണം ബാപ് ദാദ ബ്രാഹ്മണ മക്കൾക്ക്, അതായത് എല്ലാ കുട്ടികൾക്കും സമ്പൂർണ്ണ വരദാനമാണ് നൽകുന്നത്.
ऐसे नहीं कि यथाशक्ति योगी भव व यथाशक्ति ज्ञानी तो आत्मा भव, ऐसा वरदान नहीं देते. അല്ലാതെ ബാബ്ദാദ ഒരിക്കലും യഥാശക്തിക്കനുസരിച്ച് യോഗി ആത്മാക്കളായി ഭവിക്കട്ടെ, അഥവാ യഥാശക്തിക്കനുസരിച്ച് ജ്ഞാനി ആത്മാവായി ഭവിക്കട്ടെ, അങ്ങനൊരു വരദാനം ബാബ കൊടുക്കാറില്ല. साथ साथ संगम युग जो सारे कल्प में विशेष युग है, इस युग अर्थात समय को भी वरदानी समय कहा जाता. അതോടൊപ്പം തന്നെ സംഗംയുഗം ഏതാണോ മുഴുവൻ കൽപ്പത്തിലും ശ്രേഷ്ഠമായിരിക്കുന്ന വിശേഷ യുഗമായിരിക്കുന്നത്, ഈ യുഗം എന്നതിൻ്റെ അർത്ഥമാണ് സമയ്ക്കോബി വരദാനി സമയ കഹാ ജാത്ത. അതായത് സംഗമ യുഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ സമയത്തെ തന്നെ വരദാനി സമയം എന്നാണ് വിളിക്കപ്പെടുന്നത്. ക്യോങ്കി വരദാത്ത ബാ വരദാൻ ബാണ്ട്നെ ഈ സമയ ഹി ആത്തെ. കാരണം വരദാതാവായിരിക്കുന്ന ബാബ വരദാനം നൽകാൻ വേണ്ടി അവതരിക്കുന്ന സമയമാണത്. വരദാത്ത കെ ആനെ കാരൺ സമയ ബി വരദാനി ഹോ ഗയ. വരദാതാവിൻ്റെ വരവിലൂടെ തന്നെ ആ ഒരു സമയം, സംഗമയുഗ സമയം എന്നതുകൂടിയും വരദാനി സമയമായി മാറുന്നു. ഈ സമയക്കൊയ വരദാൻ ഹെ, ഈ സമയത്തിൻ്റെ വരദാനമാണത്. സർവ പ്രാപ്തിയോ മേ ബി സമ്പൂർണ്ണ പ്രാപ്തിയോ കാ യഹി സമയ ഹെ. സർവ പ്രാപ്തികളിലും സമ്പൂർണ്ണ പ്രാപ്തികളുടെ സമയമാണ് ഈ സംഗമയുഗം. संपूर्ण स्थिति को प्राप्त करने का भी यही वरदानी समय है. സമ്പൂർണ്ണ സ്ഥിതിയെ നേടുന്നതിനുള്ള വരദാനി സമയമാണ് സംഗമയുഗം. और सारे कल्प में कर्म अनुसार प्रारब्ध प्राप्त करते व जैसा कर्म वैसा फल स्वतः प्राप्त होता रहता है. മുഴുവൻ കൽപ്പത്തിലും നോക്കുകയാണെങ്കിൽ കർമ്മത്തിനനുസരിച്ച് പ്രാരബ്ധം നേടിക്കൊണ്ടിരിക്കും. അഥവാ ഏതുപോലെ കർമ്മം അതിനനുസരിച്ച് സ്വാഭാവികമായും ഫലപ്രാപ്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ലേക്കിൻ ഇസ് വരദാനി സമയപ്പ, എന്നാൽ ഈ വരദാനി സമയത്തിൽ ഏക് കദം ആപ്ക കർമ്മ. ഈ സംഗമയുഗത്തിൻ്റെ അതോ വരദാനി യുഗത്തിൻ്റെ പ്രത്യേകതയെ ബാബ പറയാണ്. ഈ ഒരു സംഗമ സമയത്തിൽ ഒരു ചുവട് നിങ്ങൾ കുട്ടികളുടെ കർമ്മത്തിൻ്റേതാകുമ്പോൾ പദമാ ഗുണ ബാബ് ദ്വാര മദദ് കെ റൂപ് മേ സഹജ് പ്രാപ്ത് ഹോത്താ ഹെ. 10 മടങ്ങ് പ്രാപ്തികൾ ബാബ്ദാദയുടെ സഹയോഗത്തിൻ്റെ രൂപത്തിൽ സഹജമായി നിങ്ങൾക്ക് പ്രാപ്തമാകും. സത്യുഗമേ ഏക കാ പദം ഗുണ പ്രാപ്ത് നഹി ഹോത്ത. സത്യുഗത്തിൽ അതല്ല കണക്ക്. അതായത് ഒന്നിന് 10 മടങ്ങ് ലഭിക്കുക അതോ പ്രാപ്തി ഉണ്ടാവുക, അത് സത്യുഗത്തിൽ ഉണ്ടാകുന്നില്ല. ലേക്കിൻ അഭി പ്രാപ്ത് ഏക് പ്രാരബ്ധ കെ രൂപ മേ ഭോഗനേക്ക് അധികാരി ബനത്തെ ഹോ. എന്നാൽ ഇവിടെ നമ്മൾ ലഭിക്കുന്ന പ്രാരബ്ധത്തിൻ്റെ രൂപത്തിൽ ഭോഗിക്കുന്നത് അധികാരത്തിൻ്റെ രൂപത്തിലാണ്. सिर्फ जमा किया हुआ खाते हुए नीचे आते जाते. സത്യുഗം മുതൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നിന്നും നമ്മൾ എന്താണോ പ്രാപ്തികൾ പ്രാപ്തമാക്കുന്നത് അത് പ്രാരബ്ധത്തിൻ്റെ രൂപത്തിൽ ഭോഗിക്കാനുള്ള അധികാരികളായി തീരും. അതായത് സത്യുഗം മുതൽ. അപ്പോൾ നമ്മൾ സംഗമയുഗത്തിൽ എന്താണോ സ്വരൂപിച്ച് വെച്ചത് അതിനെ നമ്മൾ അനുഭവിച്ച് നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നു. കല കം ഹോത്തി ജാതി. അതോടെ ആത്മാവിൻ്റെ കലകളും കുറയാൻ തുടങ്ങി. ഏക് യുഗ് പൂരാ ഹോനെ സേ കലാബി 16 കലാ സേ 14 കല ഹോ ജാതി. ഒരു യുഗം അവസാനിക്കുമ്പോൾ തന്നെ 16 കലയിൽ നിന്നും 14 കലയിലേക്ക് നമ്മൾ ഇറങ്ങി. ലേക്കിൻ സമ്പൂർണ്ണ പ്രാപ്തിക്ക് സമയ്ക്ക് 16 കല സമ്പൂർണ്ണ ബനെ. ഇവിടെ സമ്പൂർണ്ണ പ്രാപ്തിയുടെ സമയം ഏതാണ്? അതായത് 16 കല സമ്പൂർണരായി മാറുന്ന സമയം. വോ പ്രാപ്തി കാ സമയ ഏ സംഗമയുഗ കാ ഹെ. ആ പ്രാപ്തിയുടെ സമയമാണ് സംഗമയുഗത്തിൻ്റേത്. इस समय में बाप खुले दिल से सर्व प्राप्तियों के भंडार वरदान के रूप में, वर्षे के रूप में और पढ़ाई के फल स्वरूप प्राप्ति के रूप में
तीनों ही संबंध से 3 रूप में विशेष खुले भंडार भरपूर भंडार बच्चों के आगे रखते हैं. അപ്പോൾ ഈ പ്രാപ്തിയുടെ സമയം ഏതാണ്? സംഗമയുഗം. ഇവിടെ ബാബ തുറന്ന ഹൃദയത്തോടുകൂടി സർവപ്രാപ്തികളുടെ ഭണ്ഡാരത്തെ വരദാനത്തിൻ്റെ രൂപത്തിൽ, സ്വത്തിൻ്റെ രൂപത്തിൽ, പഠിപ്പിൻ്റെ ഫലസ്വരൂപ പ്രാപ്തിയുടെ രൂപത്തിൽ, 3 സംബന്ധങ്ങളിലൂടെ 3 രൂപത്തിൽ വിശേഷമായും തുറന്ന ഭണ്ഡാരം, നിറഞ്ഞ ഭണ്ഡാരം മക്കളുടെ മുമ്പാകെ വെച്ചിരിക്കുകയാണ്. ജിത്തന ഉത്തന കാ ഹിസാബ് നഹീ രഖ്തേ, ഏക് കാ പദം ഗുണ കാ ഹിസാബ് രഖ്തേ. ഇവിടെ ബാബ നിങ്ങൾ എത്ര തരുന്നു അതിനനുസരിച്ച് പ്രാപ്തി എന്ന കണക്കല്ല, പകരം 1ന് 10 മടങ്ങ് എന്ന കണക്കിൻ്റെ രൂപത്തിലാണ് ബാബ മക്കൾക്ക് പ്രാപ്തികൾ നൽകുന്നത്. സിർഫ് അപ്നാ പുരുഷാർത്ഥ് കിയ और പ്രാരബ്ധ പായി ऐसे नहीं कहते. കേവലം നിങ്ങളുടെ പുരുഷാർത്ഥം അതിനനുസരിച്ച് പ്രാരബ്ധം ഉണ്ടാക്കുക അല്ല. ലേക്കിൻ റഹംദിൽ ബൻ, ദാതാ ബൻ, വിദാതാ ബൻ, പകരം നിങ്ങൾ ദയാഹൃദയമുള്ളവരായി, ദാതാവായി, വിദാതാവായി, സർവസംബന്ധി ബൻ, സർവസംബന്ധികളായി, സ്വയം ഹർ സെക്കൻഡ് മദദ്ഗാർ ബൻതേ, സ്വയം സർവ സെക്കൻഡിലും എല്ലാ സെക്കൻഡിലും സഹയോഗികളായി തീരും. एक सेकेंड की हिम्मत और अनेक वर्षों के समान मेहनत की मदद के रूप में सदा सहयोगी बनते. അതായത് മക്കളുടെ 1 സെക്കൻഡിൻ്റെ ധൈര്യം പകരം അനേക വർഷങ്ങൾക്ക് സമാനമായിരിക്കുന്ന അധ്വാനത്തിൻ്റെ, സഹയോഗത്തിൻ്റെ രൂപത്തിൽ സദാ സഹയോഗികളായി തീരുന്നു. क्योंकि जानते हैं कि अनेक जन्मों की भटकी हुई निर्बल आत्माएं हैं. എന്തുകൊണ്ടാണ് ബാബ്ദാദ അത്തരത്തിൽ മക്കളുടെ 1ന് 10 മടങ്ങ് സഹയോഗിയായി മാറുന്നത്? കാരണം ബാബ്ദാദ മനസ്സിലാക്കുന്നു, തൻ്റെ മക്കൾ അനേക ജന്മങ്ങളിൽ നിന്നും അലഞ്ഞു തിരിഞ്ഞ് ദുർബല ആത്മാക്കളായിരിക്കാണ്. തക്കി ഹുയി ഹെ ഇസ്ലേ ഇത്തനെ തക്ക് സഹयोग देते हैं. ക്ഷീണിതരായിരിക്കാണ്, അതുകൊണ്ട് തന്നെ അത്രയധികം ബാബ മക്കൾക്ക് സഹയോഗം നൽകുന്നു, സഹായിയായി മാറുന്നു. സ്വയം ഓഫർ കർത്തേക്ക് സർവ പ്രകാർ കാ ബോജ് ബാപ്കോ ദേ ദോ. ബാബ മക്കളുടെ മുമ്പാകെ സ്വയം ഓഫർ ചെയ്യുകയാണ്, മക്കളെ തൻ്റെ എല്ലാ പ്രകാരത്തിലുള്ള ഭാരത്തെയും ബാബയ്ക്ക് നൽകിയാലും. ബോജ് ഉട്ടാനയ്ക്ക് ഓഫർ കർത്തേ, ഭാരം ചുമക്കാം ഞാൻ എന്നാണ് ബാബ മക്കളുടെ മുമ്പിൽ ഓഫർ ചെയ്യുന്നത്. ഭാഗ്യവിധാതാ ബൻ നോളജ്ഫുൾ ബനായി, ഭാഗ്യവിധാതാവ് മക്കളെ നോളജ്ഫുൾ ആക്കി. ശ്രേഷ്ഠ കർമ്മോ കാ ജ്ഞാൻ സ്പഷ്ട സംജായി, ശ്രേഷ്ഠ കർമ്മങ്ങളുടെ ജ്ഞാനം സ്പഷ്ടമായി മനസ്സിലാക്കി തന്നു. ഭാഗ്യക്ക് ലക്കീർ കീഞ്ചനെ കാ കലം ആപ്കെ ഹാത്ത് മേ ദേത്തെ. അതോടൊപ്പം തന്നെ സ്വന്തം ഭാഗ്യത്തിൻ്റെ രേഖ വരയ്ക്കാനുള്ള പേന ബാബ നമ്മുടെ കൈകളിൽ വെച്ച് തന്നു. ഭാഗ്യക്ക് ലക്കീർ ജിത്തന ലംബി കീഞ്ചിനെ ചാഹോ ഉത്തന കീഞ്ചിലോ. എത്രമാത്രം ദീർഘമായി ഭാഗ്യത്തിൻ്റെ രേഖ വരയ്ക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു, അത്രയും നീളനെ ദീർഘമായി ഭാഗ്യരേഖ വരച്ചാലും. സർവകുലേ ഖജാനോ കി ചാബി ആപ്കെ ഹാത്ത് മേ ദേ ദി. കൂടാതെ ബാബ എല്ലാ തുറന്ന സമ്പത്തുകളുടെ, ഖജനാവുകളുടെ താക്കോൽ മക്കളുടെ കൈകളിൽ ഏൽപ്പിച്ചു. और चाबी भी कितनी सहज है. ഈ ഒരു താക്കോൽ എത്ര എളുപ്പവുമാണ്. अगर माया के तूफान आते भी है तो छत्र छाया बन सदा सेफ भी रखते. മായയുടെ കൊടുങ്കാറ്റുകൾ ഇടയിൽ വന്ന് വരികയാണെങ്കിൽ പോലും ബാബ പറയണ ആ ഒരു താക്കോൽ ഒരു കൊടക്കീഴായി സദാ നിങ്ങളെ സുരക്ഷിതരാക്കും. ജഹാ ഛത്രഛായ ഹേ വഹാ തൂഫാൻ ക്യാ കരേഗ. എവിടെയാണ് കൊടക്കീഴുണ്ടാകുന്നത് അവിടെ കൊടുങ്കാറ്റുകൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുക. സേവാദാരി ബി ബനാത്തെ ലേക്കിൻ സാത്ത് സാത്ത് ബുദ്ധിവാനോ കി ബുദ്ധി ബൻ ആത്മോ കോ ടച്ച് ബി കർത്തെ. സേവാദാരികളാക്കി മാറ്റുകയും ചെയ്യും, അതോടൊപ്പം തന്നെ ബുദ്ധിവാന്മാരുടെ ബുദ്ധിയുള്ളവരായി ആത്മാക്കളാക്കി
അവർക്ക് ഓരോ കാര്യങ്ങളുടെ മുന്നറിയിപ്പുകളും കൂടി നൽകുന്നു. ജിസ്സേ നാം ബച്ചോं का काम बाप का सहज हो जाता. അതിലൂടെ പേര് മക്കളുടേതാണെങ്കിലും ബാബയുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും. ഇത്തന ലാഡ് और प्यार से लाडले बनाए പാലന കർത്തി. അത്രയും ബാബ മക്കൾക്ക് സ്നേഹവും പരിപാലനയും നൽകി മക്കളെ ഓമന കുട്ടികളാക്കി അവർക്ക് പരിപാലനം നൽകിക്കൊണ്ടിരിക്കും. ജോ സദാ അനേക ജൂലമേ ജുലാത്തെ रहते. ബാബ മക്കളെ അനേക തരത്തിലുള്ള ഊഞ്ഞാലിൽ ആട്ടിക്കൊണ്ടിരിക്കുന്നു. പാവ് നീച്ചേ നഹി രക്കനെ ദേത്തെ. മക്കളുടെ കാലുകൾ ഒരിക്കലും നിലം തൊടിക്കാറില്ല. കബി ഖുഷി കെ ജൂലേമേ കബി സുഖ കെ ജൂലേമേ. ചിലപ്പോൾ സന്തോഷത്തിൻ്റെ ഊഞ്ഞാലിൽ, ചിലപ്പോൾ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ. കബി ബാപ് കി ഗോദി കെ ജൂലേമേ. ചിലപ്പോൾ ബാബയുടെ മടിത്തട്ടിലാകുന്ന ഊഞ്ഞാലിൽ. ആനന്ദ് പ്രേം ശാന്തി കെ ജൂലേമേ ജുൽത്തേ റഹോ. ആനന്ദത്തിൻ്റെയും പ്രേമത്തിൻ്റെയും ശാന്തിയുടെയും ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുക. ജുൽന അർത്ഥാത് മൗജ് മനാന. ഊഞ്ഞാലാടുക അർത്ഥമാണ് ആനന്ദം അനുഭവിക്കുക. अच्छा, चारों ओर के सर्व योगी तो आत्मा, ज्ञानी तो आत्मा, बाप समान कर्माती ശ്രേഷ്ഠാത്മാവും को. 4 ദിക്കുകളിലുള്ള സർവയോഗി ആത്മാക്കൾക്ക്, ജ്ഞാനി ആത്മാക്കൾക്ക്, ബാബയ്ക്ക് സമാനം കർമാതീത ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സദാ സ്വയം കെ സമയക്കെ മഹത്വ കോ ജാൻ. സദാ സ്വയമിൻ്റെ സമയത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ മഹാൻ ബന്നെ വാലെ മഹാൻ ആത്മാവും, മഹാനരായി മാറുന്ന മഹാനാത്മാക്കൾക്ക്, സദാ ബാപ് കെ സർവ സംബന്ധവും കാ പ്രാപ്തി കാ ലാഭ് ലേനെ വാലെ. സദാ ബാബയുടെ സർവസംബന്ധങ്ങളുടെയും സർവപ്രാപ്തികളുടെ ലാഭമെടുക്കുന്ന സമജ്ദാർ, വിശാൽ ബുദ്ധി, സ്വച്ഛ ബുദ്ധി, സദാ പാവൻ ബച്ചോं को बाप दादा का याद प्यार और नमस्ते. വിവേകശാലികളും വിശാല ബുദ്ധിയുള്ളവരായ, സ്വച്ഛ ബുദ്ധിയുള്ള, സദാ പാവനരായിരിക്കുന്ന ആത്മാക്കൾക്ക് ബാപ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തേയും. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग नमस्ते नमस्ते नमस्ते. वरदान. खुशी के साथ शक्ति को धारण कर विघ्नों को पार करने वाले विघ्न जीत भव. സന്തോഷത്തോടൊപ്പം ശക്തിയെയും ധാരണ ചെയ്ത് വിഘ്നങ്ങളെ മറികടക്കുന്ന, വിഘ്നങ്ങളെ ജയിക്കുന്നവരായി ഭവിക്കൂ. വിശദീകരണം. जो बच्चे जमा करना जानते हैं वो शक्तिशाली बनते हैं. ഏതു മക്കളാണോ തന്നിൽ ശേഖരിക്കാനുള്ള അറിവുള്ളവർ, അവർ ശക്തിശാലികളായി മാറും. യദി അഭി അഭി കമായ അഭി അഭി ബാണ്ട. ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ സമ്പാദിക്കുകയും അതേസമയം തന്നെ അതിനെ നമ്മൾ ചെലവാക്കുകയും ചെയ്യുന്നു. സ്വയം മേ സമായ നഹി തോ ശക്തി നഹി രഹത്തി. ഒന്നും നമ്മുടെ ഉള്ളിൽ ശേഖരിച്ചില്ല എങ്കിൽ ബാബ പറയാണ് ശക്തി ഉണ്ടാവുകയില്ല. സിർഫ് ബാंटने व दान करने की खुशी रहती. പകരം കേവലം നമ്മൾ അതിനെ പങ്കുവെച്ചു, അഥവാ അതിനെ ദാനം ചെയ്തു, ആ ഒരു സന്തോഷം ഉണ്ടാകും. खुशी के साथ शक्ति हो तो सहज ही विघ्न को पार कर विघ्नजीत बन जाए. സന്തോഷത്തോടൊപ്പം തന്നെ സദാ ശക്തിയും ഉണ്ടാകുമ്പോഴാണ് സഹജമായ വിഘ്നങ്ങളെ മറികടക്കാനും വിഘ്നത്തെ ജയിക്കുന്നവരാകാനും സാധിക്കുക. फिर कोई भी विघ्न लगन को डिस्टर्ब नहीं करेंगे. इसलिए जैसे चेहरे से खुशी की झलक दिखाई देती ऐसे शक्ति की झलक भी दिखाई दे. പിന്നീട് ഒരിക്കലും വിഘ്നത്തിന് നിങ്ങളുടെ സ്നേഹത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഏതുപോലെ മുഖത്തിൽ സന്തോഷത്തിൻ്റെ തിളക്കം കാണപ്പെടുന്നുവോ അതുപോലെ തന്നെ ശക്തിയുടെ തിളക്കവും നിങ്ങളിൽ കാണപ്പെടണം. स्लोगन.
परिस्थितियों में घबराने के बजाय उन्हें शिक्षक समझकर पाठ सिखा लो. പരിതസ്ഥിതികളിൽ ഭയപ്പെടുന്നതിന് പകരം പരിതസ്ഥിതികൾ ശിക്ഷകനാണെന്ന് മനസ്സിലാക്കി പാഠം പഠിക്കുക. അച്ഛാ, ഇന്ന് 3rd സൺഡേ ആണ്, ഇൻ്റർനാഷണൽ യോഗ ദിവസം. അപ്പം അതുകൊണ്ട് 6 മുതൽ 7 വരെ വിശേഷമായും സൂചന മധുബനത്തിൽ നിന്നും പരംധാമത്തിൻ്റെ ഉയർന്ന സ്ഥാനത്ത് സ്ഥിതി ചെയ്ത് പ്രകാശത്തിൻ്റെയും ശക്തിയുടെയും ഗോപുരങ്ങളായി പ്രകൃതിക്കും മുഴുവൻ വിശ്വത്തിനും സെർച്ച് ലൈറ്റ് നൽകുവാനുള്ള സേവ ചെയ്യുക. ആ സ്ഥിതിയിലിരുന്ന് നമ്മൾ യോഗം ചെയ്യണം. ഓം ശാന്തി.